കൂത്തുപറമ്പെന്ന് അഞ്ചരക്കണ്ടിയിലേക്കുള്ള യാത്രയിലായിരുന്നു. അപ്പോഴാണ് കിണവക്കൽ ചാമ്പാട് റോഡിൽ ഈ ഒരു ഹോട്ടൽ ശ്രദ്ധയിൽപ്പെട്ടത്. നട്ടുച്ചയ്ക്ക് വിശന്ന് വരുമ്പോഴാണ് ഈ ഹോട്ടൽ സൗരവ് എന്നുള്ള ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ കയറുമ്പോൾ ഹോട്ടൽ നടത്തുന്ന ഏച്ചിയേട്ടനും പാർസൽ കെട്ടുന്ന തിരക്കിലായിരുന്നു. അപ്പം ആദ്യം വാഴയില വെച്ചു, അതിൻ്റെ മുകളിലോട്ട് അവർ വെള്ളമൊഴിച്ചു തന്നു. അത് നമ്മൾ തന്നെ ക്ലീൻ ആക്കുമ്പോഴേക്കും ഓർഡർ ചെയ്ത ബിരിയാണി ഇങ്ങ് എത്തി. കിണവക്കൽ ചാമ്പാട് റോഡിൽ കപ്പാറ എന്നുള്ള സ്ഥലത്താണ് ഈ ഹോട്ടൽ. ബിരിയാണിയുടെ വിലയൊക്കെ പറയാം. സിംഗിൾ പീസുള്ള നല്ല ക്വാണ്ടിറ്റി റൈസിൽ നല്ല ക്വാളിറ്റി ബിരിയാണിയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പം ബിരിയാണിക്ക് സൈഡായിട്ട് സലാഡും അച്ചാറും വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ഥിരം പരിപാടിയായ അച്ചാറും സലാഡും റൈസിലോട്ട് വെച്ച് ചിക്കൻ പീസ് ഒരു കഷ്ണം പൊട്ടിച്ച് അതിൻ്റെ മുകളിലോട്ട് വെക്കാം. കഴിക്കാനായിട്ടില്ല. ഇനി ആ ചിക്കനും അച്ചാറും സലാഡും ബിരിയാണീൻ്റെ മസാലയും റൈസും ഒക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ബ്രോയിലർ ചിക്കനാണ് ഇവർ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്നത്. നല്ല വലിയ പീസ് ചിക്കൻ തന്നെയാണ് ബിരിയാണിയിൽ ഉണ്ടായത്. നല്ല ക്വാളിറ്റി മസാലയും റൈസും ഒക്കെ ആയിരുന്നു. ഈ ബിരിയാണിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് 90 രൂപയാണ്. ഇതാ നാട്ടിൻപുറത്ത് പ്രവർത്തിക്കുന്ന നാടൻ ഹോട്ടലാണ്. ഇവിടെ ബിരിയാണിക്ക് പുറമെ നല്ല നാടൻ ഊണും കിട്ടുന്നതാണ്. ഞങ്ങളും ഇവിടെ നാടൻ ഊണ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. ഊണ് കഴിക്കാനിരുന്നതിന് ശേഷം ബിരിയാണി ഉണ്ടെന്ന് കേട്ടപ്പോൾ മെല്ലെ ബിരിയാണിയിലോട്ട് ചാഞ്ചാടി. അതുകൊണ്ട് ഇത്രയും വില കുറവിൽ നല്ലൊരു ബിരിയാണി കഴിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഞങ്ങൾ ബിരിയാണി കഴിക്കുന്നതിലിടക്ക് ബാക്കിയുള്ളവരൊക്കെ നാടൻ ഊണ് കഴിക്കുന്നതാണ് കണ്ടത്. അതുപോലെ തന്നെ നാടൻ ഊണിൻ്റെ പാർസലും ഇവിടുന്ന് നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഊണ് മറ്റൊരു ദിവസം ഇനി ട്രൈ ചെയ്യാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്